വിവാദത്തിൽ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിവാദമല്ലേ പക്ഷേ മകനെതിരെയുള്ള ആരോപണം മറുപടി പറയുന്നില്ലെന്നാണ് പുറത്തായി എന്നാണ് പറയുന്നത്. മകൻ ആ കത്ത് ചോർത്തി പുറത്ത് നൽകി പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും മകനെതിരെയുള്ള ആരോപണമല്ലേ. പക്ഷെ ഒന്നും പറയാനില്ലേ, പ്രതികരിക്കുന്നില്ലേ? അല്ല പക്ഷേ ഇത് മലയാളം പറഞ്ഞത് മലയാളത്തിലാ പറഞ്ഞത് വീണ്ടും ഞാൻ മടങ്ങി സൈഫിലേക്ക്. സൈഫ്, ഇത് CPM-ന്റെ നേതാക്കൾ നോക്കുന്നു, അനിൽകുമാർ വിശദീകരിക്കുന്നു. നോക്കൂ, ഓൾറെഡി ഈ കത്തിന്റെ പകർപ്പ് ചോദിക്കുന്നത് ആർക്കും കൊടുക്കാൻ സന്നദ്ധമാണെന്ന് ഷർഷാദ് പറഞ്ഞിരുന്നുവല്ലോ. അതിനുശേഷം മുൻപൊരു മാധ്യമം തന്നെ ഈ കത്തിന്റെ പകർപ്പ് കിട്ടിയെന്ന് അവകാശപ്പെട്ടിരുന്നല്ലോ. ഓൾറെഡി ഈ കത്ത് പുറത്തുണ്ടല്ലോ. ഈ കത്തിങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാണല്ലോ കോടതിയിൽ പോയിട്ടുള്ളത് രാജേഷ് കൃഷ്ണ. അപ്പൊ പിന്നെ പാർട്ടിക്കകത്തുനിന്ന് ആരോ ചോർത്തി എന്ന മറ്റുള്ള വിവാദം എന്തിനാണ് എന്ന് വളരെ സിമ്പിളായി ചോദിക്കുന്നു അനിൽകുമാർ. അത്ര സിമ്പിളാണോ? അത്ര സിമ്പിളായിട്ട് കാണാൻ കഴിയില്ല നിഷാദ്. ഇതിനകത്ത് ഒരു കാര്യം സൂചിപ്പിക്കുകയാണെങ്കിൽ, മധുരയിൽ പാർട്ടി കോൺഗ്രസിന് ഞാൻ പോയിരുന്നു. മധുരയിൽ പാർട്ടി കോൺഗ്രസിന് പോയി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേദിയിലേക്ക് തലേ ദിവസം ചെല്ലുന്ന സമയത്ത് ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്നയാൾ അവിടെയുണ്ട്. അദ്ദേഹം അവിടെയുണ്ട്. അന്ന് രാത്രി PB ചേരുന്നപ്പോഴാണ് അശോക് ധവളയ്ക്ക് എന്തിന് പരാതി കൊടുത്തു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. മറ്റുള്ളവർക്ക് ജനറൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ PB കോർഡിനേറ്റർ ആയിരുന്ന പ്രകാശ് കാരാട്ടിന് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും സംശയമായിട്ട് ഉയർന്നു വരും. പക്ഷെ അതിനുള്ള കാരണം ഈ ലണ്ടനിൽ ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടി നടക്കുന്ന സമയത്ത് അതിന്റെ ചുമതല ഉണ്ടായിരുന്നയാൾ അശോക് ധവളയായിരുന്നു. അശോക് ധവളയാണ് പ്രതിനിധിയിലേക്ക് അദ്ദേഹത്തെ രാജേഷ് കൃഷ്ണയെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ഈ ഷർഷാദ് എന്ന് പറയുന്നയാൾ ഈ പരാതി അശോക് ധവളയ്ക്ക് കൊടുക്കുന്നത്. അശോക് ധവള PB യോഗം പ്രൊസീഡിയം തീരുമാനിക്കാൻ വേണ്ടി അന്ന് തലേദിവസം മധുര പാർട്ടി കോൺഗ്രസിന്റെ തലേദിവസം അവിടെ ചേർന്ന PB യോഗത്തിന് മുന്നിലേക്ക് ഈ പരാതി വെക്കുന്നു. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല MA ബേബി PB അംഗമായിരുന്നു. MA ബേബി ഇതിനെ പിന്തുണയ്ക്കുന്നു. ഇങ്ങനെ ഒരു പരാതി ഉള്ള ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇതിനകത്ത് ഭാഗമാക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ആ തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതിൽ രാജേഷ് കൃഷ്ണയ്ക്ക് അന്ന് അദ്ദേഹവുമായി പേഴ്സണലി സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ പരാതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമില്ല, പക്ഷേ ഇത് തന്നെ വ്യക്തിപരമായിട്ട് ഭയങ്കരമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമാണ്, അതുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം അന്ന് തന്നെ പല ആൾക്കാരോടും വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അവിടെയും ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്തിനാണ് ഈ പരാതി അദ്ദേഹം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത് എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. അത് 22 പേജുള്ള പരാതിയാണ്. അതിനകത്ത് മുൻ മന്ത്രിമാരെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, നിലവിലെ മന്ത്രിമാരെ കുറിച്ചുള്ള പരാമർശമുണ്ട്, ഒരു പ്രധാനപ്പെട്ട സിനിമാ നടനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, അതിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതിന് കാരണമായൊക്കെ നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്, ആ പരാതി മൊത്തത്തിൽ വായിക്കുമ്പോൾ കണക്കാക്കാൻ കഴിയുന്നത് തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായത് രാജേഷ് കൃഷ്ണ കാരണമാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം അത് ആ 22 പേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട പേരായി ഉയർന്നു വരുന്നത്, ഇപ്പോൾ MV ഗോവിന്ദന്റെ മുന്നിലേക്ക് ഈ ചോദ്യം എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാം ഇതിനകത്ത് ശ്യാമാണ് ഇത് പുറത്തുവിട്ടത് എന്ന് ഈ ഓഗസ്റ്റ് മാസം 12-ാം തീയതി MA ബേബിക്ക് നൽകിയ ഒരു കത്തിൽ ഈ ഷർഷാദ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ ശ്യാമിന് എങ്ങനെയാണ് ഇതിനകത്തൊരു ബന്ധം വരുന്നത് എന്ന് ചോദിച്ചാൽ, ശ്യാം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ഷർഷാദിന്റെ ഭാര്യ ഒരു സിനിമ സംവിധായികയാണ്. അവരൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അതിന്റെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർത്തി വരുന്നുണ്ട്. എന്തായാലും ഇത് CPM-ലെ ആഭ്യന്തര രാഷ്ട്രീയം, ഇത് ഈ അനിൽകുമാർ പറഞ്ഞ പോലെ വളരെ നിസ്സാരവൽക്കരിച്ച് അതിനെ അങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല. CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതിനകത്തൊരു പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. രാജേഷ് കൃഷ്ണയോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ഞാനല്ല സംസാരിച്ചത്, രാജേഷ് കൃഷ്ണയുമായി പരിചയമുള്ള ഒരാളെ കൊണ്ട് നമ്മൾ സംസാരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെയാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഞാൻ തയ്യാറല്ല ഈ വിഷയത്തിൽ. എനിക്ക് ഈ വിഷയത്തിൽ കോടതിയിൽ എന്താണോ പറയാനുള്ളത് ഞാനത് കോടതിയിൽ പറയും. എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തത് ഷർഷാദാണ്. ആ വ്യാജ പരാതി ഞാൻ അയാൾക്കെതിരെ ഒരു കേസ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് വന്നാലും അത് ഞാൻ കോടതിയിൽ നേരിടും. ഒരു കാരണവശാലും ഷർഷാദുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്ന്
ഈ രാജേഷ് കൃഷ്ണ പറഞ്ഞിട്ടുണ്ട്. അത് എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞതല്ല, രാജേഷ് കൃഷ്ണയുമായി പരിചയമുള്ള ഒരാൾ, അദ്ദേഹത്തോട് ഏറ്റവും അടുത്ത് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവരം കൂടി പറയുന്നത്. എന്തായാലും ഇതിനകത്ത് രാജേഷ് കൃഷ്ണ പറയുന്നത് ഈ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുമ്പോൾ തനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തത്, ആ വ്യാജ പരാതി കൂടി അതിന്റെ ഭാഗമാക്കി എന്ന് പറഞ്ഞത് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും അത് PBക്ക് നൽകിയ പരാതിയാണ് എന്ന് കൃത്യമായി തന്നെ ഈ സത്യവാങ്മൂലത്തിൽ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ സത്യവാങ്മൂലം അദ്ദേഹത്തിന്റെ സത്യവാങ്മൂലമാണ്. 100 പേജുള്ള സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം 3ാമത്തെ 4ാമത്തെ പാർട്ടായിട്ട് കൃത്യമായി അത് പറയുന്നുണ്ട്. PBക്ക് നൽകിയ പരാതി ഇതിനൊപ്പം ചേർക്കുന്നു. ആ പരാതിയാണ് അത് വ്യാജ പരാതിയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് പാർട്ടിക്ക് കിട്ടിയ പരാതിയാണ്. അതിന്റെ ഫുൾ പേജുകൾ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അനിൽകുമാർ പറയുന്നുണ്ട് ഒരു ചാനലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏത് ചാനലാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ ഒരു ഫസ്റ്റ് പേജ് ഈ ഷർഷാദ് പങ്കുവച്ചിരുന്നു. ഇത് താൻ കൊടുത്ത പരാതിയാണ്, ഇതിന്റെ പൂർണ്ണ രൂപം വേണമെങ്കിൽ ആവശ്യമുള്ളവർ തന്നെ ബന്ധപ്പെടുക എന്ന് അദ്ദേഹം അതിനകത്ത് എഴുതി വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ 22 പേജുള്ള പൂർണ്ണ തോതിലുള്ള പരാതി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണ തോതിലുള്ള പരാതി പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അത് പാർട്ടിക്ക് കിട്ടിയ പരാതിയാണ്, PB അംഗത്തിന് കിട്ടിയ പരാതിയാണ്, PB അംഗം PB യോഗത്തിൽ വെച്ച ആ പരാതിയാണ്. സാധാരണഗതിയിൽ 100 കണക്കിന് കത്തുകളാണ് CPMന്റെ നേതൃനിരയിലേക്ക് വരിക. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട, ആദ്യത്തെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ പാർട്ടിക്ക് കിട്ടുന്ന ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന വിവിധ തരത്തിലുള്ള കത്തുകളുണ്ട്. ആ കത്തുകൾ ചർച്ച ചെയ്യുക, അതിനകത്ത് എന്ത് തീരുമാനം വേണമെന്ന് എടുക്കുക എന്നുള്ളതാണ്. അത് കേന്ദ്ര കമ്മിറ്റിക്ക് പരാതികൾ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ PB യോഗത്തിന് PBക്ക് പരാതി കിട്ടാറുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള ആഭ്യന്തര തർക്കം, പാർട്ടിക്കുള്ളിലെ വിഭാഗീയത രൂക്ഷമായിരുന്ന സമയത്ത് VS അച്യുതാനന്ദൻ പാർട്ടിക്ക് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ കത്തിന്റെ പകർപ്പൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ PBക്ക് കിട്ടുന്ന അത്രയും രഹസ്യ സ്വഭാവമുള്ള കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള